വിമാന അപകടത്തിൽ മരിച്ച രഞ്ജിതയെ സമൂഹമാധ്യമത്തിലൂടെ അപമാനിച്ച സർക്കാർ ഉദ്യോഗസ്ഥനെ പവിത്രനെ സർവീസിൽ നിന്നും പിരിച്ചുവിടാൻ ശുപാർശ. ജില്ലാ കളക്ടറാണ് സർക്കാരിന് ശുപാർശ നൽകിയത്. നിരന്തരമായ അപകീർത്തി പരാമർശം നടത്തുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. അർച്ചന രവീന്ദ്രൻ ചേരുന്നു. അർച്ചന, ഇതുപോലൊരു നിമിഷത്തിൽ ഇത്രയും വിഷലിപ്തമായ വാക്കുകൾ കൊണ്ട് അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. എന്തായാലും ഇപ്പോൾ കടുത്ത നടപടിയിലേക്ക് തന്നെ കടക്കുകയാണല്ലേ? രോഷ്നി, അതുതന്നെയാണ് കടുത്ത നടപടിയിലേക്ക് കടക്കുന്നു എന്നുള്ളത് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നത് കേരളമൊട്ടാകെ രാജ്യമൊട്ടാകെ ഉറ്റുനോക്കിയിരുന്ന നിമിഷങ്ങൾ തന്നെയായിരുന്നു. ആ നിമിഷത്തിലെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ രജിതയ്ക്ക് നേരെ ഒരു സമൂഹ മാധ്യമത്തിലൂടെ അപവാദ പ്രചരണം ഇദ്ദേഹം നടത്തിയത്. സർക്കാർ ഉദ്യോഗസ്ഥനാണ്, വെള്ളരിക്കുണ്ടി താലൂക്ക് ഓഫീസിലെ സർക്കാർ ഉദ്യോഗസ്ഥനായ ഇത്തരത്തിൽ അപവാദ പ്രചരണം സമൂഹ മാധ്യമത്തിലൂടെ നടത്തിയത്. തുടർന്നാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ റവന്യൂ വകുപ്പ് ഇടപെട്ട് ജില്ലാ കളക്ടർക്ക് മുഖേന ഇപ്പോൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തൊരു സാഹചര്യത്തിലേക്ക് നയിച്ചു. തുടർന്നാണ് ഇപ്പോൾ ഈ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഒരു ശുപാർശ, അതായത് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലങ്ങളല്ല, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തിനെതിരെ ഒരുപാട് അപകീർത്തിപരമായ ഒരുപാട് പരാമർശങ്ങൾ അദ്ദേഹം സമൂഹ മാധ്യമത്തിലൂടെ നടത്തിയിരുന്നു. അത്തരത്തിൽ ഈ ഒരു ശുപാർശ ജില്ലാ കളക്ടർ സർക്കാരിന് ശുപാർശ നൽകിയിരിക്കുന്നു. സർക്കാരിന് അപകീർത്തി ഉണ്ടാക്കുന്ന പ്രവർത്തികൾ ആവർത്തിച്ചു വരുന്നതിനാൽ പവിത്രനെ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്ന നടപടികളിൽ കടക്കണമെന്നാണ് സർക്കാരിലേക്ക് അയച്ച ശുപാർശയിൽ വ്യക്തമായി തന്നെ പറയുന്നു. നമുക്കറിയാം, ഇന്ന് രാവിലെ ഉണ്ടായ സംഭവം ഇന്ന് രാത്രി ഉണ്ടായ സംഭവം കേരള മനസാക്ഷി ഒട്ടാകെ വിഷമിപ്പിച്ചൊരു സംഭവമാണ്. അത്തരത്തിൽ ജില്ലാ കളക്ടർ ഇടപെട്ടും റവന്യൂ വകുപ്പ് ഇടപെട്ടുമാണ് ഇത്തരത്തിൽ ഒരു റവന്യൂ വകുപ്പാണ് ഇത്തരത്തിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായിരിക്കുന്നത്. രോഷ്നി, ഓക്കെ, എന്തായാലും അർച്ചന രവീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.